അഷ്കർ, ഈ പോലീസിൽ അഴിച്ചുപണി എന്ന് പറയുമ്പോൾ മലപ്പുറം SP ശശിധരന് സ്ഥലം മാറ്റം എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നു. ശശിധരനെതിരെയാണ് PV അൻവർ ഒരു പൊതുവേദിയിൽ പ്രസംഗിച്ചത്. അവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നീട് വിമർശനങ്ങളും വാർത്താ സമ്മേളനവും ഒക്കെ തുടങ്ങുന്നത്. സ്മൃതി, മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ PV അൻവർ ഉന്നയിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മുൻ SP ആയിട്ടുള്ള സുജിദാസിൻ്റെ മരമുറിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പരാതി നൽകിയിട്ടും അന്വേഷണം നടത്തിയിരുന്നില്ല എന്നുള്ളതായിരുന്നു നിലവിൽ SP-ക്കെതിരെയുള്ള ഗുരുതര ആരോപണം. എന്നാൽ അതിന് പ്രതികരണവുമായി അല്ലെങ്കിൽ മറുപടിയുമായി SP രംഗത്തെത്തുകയും ചെയ്തിരുന്നു, അനൗദ്യോഗികമായിട്ടെങ്കിലും. കൃത്യമായി താൻ അത് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്നും ആ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം അഡീഷണൽ SP കേസ് അന്വേഷിക്കുകയും ചെയ്തിരുന്നു എന്നായിരുന്നു പോലീസ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ SP-യുടെ തന്നെ അനൗദ്യോഗികമായ മറുപടി. അതിനോടൊപ്പം തന്നെയാണ് DIG അജിത ബീഗം അടക്കം ആ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിൻ്റെ തെളിവുകളും പുറത്തു വരികയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ SP-ക്കെതിരെ അൻവർ ഗുരുതര ആരോപണം ഉന്നയിച്ചിരുന്നു. മറ്റൊന്ന്, ഈ ലൈഫ് മിഷൻ്റെ വീടുകൾക്ക് ആവശ്യമായ മണ്ണടിക്കാൻ പോലും സൗകര്യം ചെയ്ത് നൽകുന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ആ കാര്യവും ആരോപണവും SP നിഷേധിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനൊടുവിലാണ് ഇപ്പോൾ SP-ക്കും സ്ഥലമാറ്റം എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അല്പസമയത്തിനകം അതിൻ്റെ കൂടി ഓർഡർ പുറത്തിറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ മലപ്പുറം SP-ആയി സുജിദാസ് നിലവിലുണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്തിരുന്നവരാണ് പല DYSP-മാർ. ഇപ്പോൾ സ്ഥലം മാറ്റം ലഭിച്ചിരുന്ന പല DYSP-മാരും. അപ്പോൾ ഈ സുജിദാസിൻ്റെ കുറ്റകൃത്യങ്ങളൊക്കെ തന്നെ ഈ പല DYSP-മാരും മൗനം പാലിച്ചു, ഇല്ലെങ്കിൽ അവർക്ക് കൂടി അതിൽ പങ്കുണ്ട് എന്നായിരുന്നു PV അൻവറിൻ്റെ ആരോപണം. പ്രത്യേകിച്ച് കൊണ്ടോട്ടി DYSP-മാരും അതുപോലെ തന്നെ കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരടക്കം ഈ സ്വർണ്ണക്കടത്ത് സംഘവുമായി ഏറെ ബന്ധമുണ്ട്, അതിൽ നിയോഗിച്ച ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരടക്കം വലിയ പങ്കുണ്ട് എന്നുള്ളതായിരുന്നു PV അൻവറിൻ്റെ ആരോപണം. സമാനമായ രീതിയിൽ തന്നെ ADGP അജിത് കുമാർ അടക്കം SP സുജിദാസ് അടക്കമുള്ള സംഘം നിലവിൽ വലിയ തോതിൽ ഫോൺ ചോർത്തലുകൾ, പ്രത്യേകിച്ച് മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളെയും അടക്കം ഫോൺ ചോർത്തലുകൾ നടത്തി. ആ ഫോൺ ചോർത്തലുകൾക്കും പല ഉദ്യോഗസ്ഥരുടെയും പങ്കുണ്ട് എന്നുള്ള വിവരം PV അൻവർ പേരുകൾ സഹിതം കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ നടപടി, അഥവാ DYSP മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലമാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് സ്ഥലമാറ്റ ഉത്തരവ് നൽകിയിരിക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെയും സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരെ ഉൾപ്പെടെയുള്ളവരെ കൂടി സ്ഥലമാറ്റം, അതും ഒരു കൂട്ട സ്ഥലമാറ്റമായി തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൻ്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമം സ്വീകരിക്കേണ്ടത് സംസ്ഥാനത്തെ പോലീസ് മേധാവിയായിട്ടുള്ള DGP-ആണ്. DGP അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓർഡർ കൂടി വൈകാതെ ഇറക്കും. അങ്ങനെയെങ്കിൽ മലപ്പുറം ജില്ലയിലെ പോലീസ് പൂർണ്ണമായും മാറ്റപ്പെട്ടു, അല്ലെങ്കിൽ ഒരു അഴിച്ചുപണിക്ക് വിധേയമായി എന്ന് തന്നെ പറയേണ്ടി വരും. നിലവിൽ DYSP റാങ്കിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെ മാറ്റിയിരിക്കുന്നു. അതിൽ സ്പെഷ്യൽ ബ്രാഞ്ചും അതുപോലെ തന്നെ ക്രൈം ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള DYSP-മാരെ മാറ്റിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ DYSP ചുമതലയുണ്ടായിരുന്ന മലപ്പുറം, തിരൂരും താനൂരും ഉൾപ്പെടെ കൊണ്ടോട്ടിയും പെരിന്തൽമണ്ണയും ഉൾപ്പെടെയുള്ള മുഴുവൻ DYSP-മാർക്കും ഇപ്പോൾ സ്ഥലമാറ്റം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പലർക്കും. അങ്ങനെ എത്ര ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി എന്നൊരു കണക്ക് വേണ്ടതുണ്ട് അഷ്കർ, ആ കണക്ക് കൃത്യമായി കിട്ടേണ്ടതുണ്ട്. മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളും അറിയേണ്ടതുണ്ട്. ഞാനൊന്ന് അഷിൻ ഡിയാഗോയിലേക്ക് പോകുന്നു. അഷിൻ, ഇതൊരു അച്ചടക്ക നടപടി എന്ന രൂപത്തിലാണോ ഈ സ്ഥലം മാറ്റം വരുന്നത്? DGP ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തിയ ശേഷം എടുത്ത നടപടി എന്നതാണോ കാണേണ്ടത്? സ്മൃതി, നിലവിൽ ഇത് ഈ ഒരു തുടർച്ചയായ ആരോപണങ്ങൾ, അതായത് മലപ്പുറം പോലീസിനെതിരെ ഉണ്ടാകുന്ന ഈ ഒരു തുടർച്ചയായ ആരോപണങ്ങളിൽ അതിൽ വിശദമായ ഒരു അന്വേഷണം നടത്തിയിട്ടുള്ള ഒരു നടപടി എന്ന് വേണം കരുതാൻ. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ DGP മുഖ്യമന്ത്രി കൂടിക്കാഴ്ചകൾ നിത്യേന നടക്കുന്നുണ്ട്. മാത്രമല്ല, വാമി തിരോധന കേസ് ഇത്തരത്തിൽ CBIക്ക് കൈമാറണം, പക്ഷേ അതിനെ എതിർത്തുകൊണ്ട് തന്നെ DGP തന്നെ ഒരു റിപ്പോർട്ട് നൽകുന്നു. അങ്ങനെ ഇതെല്ലാം ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മലപ്പുറം പോലീസിനെതിരെ ഈ അടുത്ത് തന്നെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉയർത്തുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഈ ഒരു ലൈംഗിക പീഡന പരാതി. ഈ ലൈംഗിക പീഡന പരാതി അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ആണ് ഈ ഒരു തീരുമാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ഈ ഒരു മലപ്പുറം പോലീസിൽ വൻ അഴിച്ചുപണി തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 8 DYSP-മാർ റാങ്കിലുള്ള 8 പേരെയാണ് സ്ഥലം മാറ്റിയിട്ടുള്ളത്. SP അടക്കം സ്ഥലം മാറ്റുന്നു. ഇതിനു മുൻപ് ഇത്തരത്തിലുള്ളൊരു അസാധാരണ സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഒരു ജില്ല കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ഈ ഒരു സംഭവം ഇത് വരും ദിവസങ്ങളിലും വലിയ ചർച്ചയാകും. കാരണം ഇപ്പോഴും ADGP-ക്കെതിരെ ഒരു നടപടിയും കൈക്കൊള്ളാൻ സർക്കാർ തയ്യാറായി
ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പറഞ്ഞിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ പ്രതിപക്ഷം ആരോപിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ADGPയെ മുഖ്യമന്ത്രിക്ക് ഭയമാണ് എന്നുള്ളതാണ്. കാരണം പല കാര്യങ്ങൾ അദ്ദേഹം പുറത്തു പറയേണ്ടി വരും എന്നുള്ള അടക്കമുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്തു കൂടി തന്നെ പോകുന്നുണ്ട്. മുഖ്യമന്ത്രിയാകട്ടെ ഇത് ഒരു മുഖവിലി കിടക്കാതെ ആർക്കാണ് RSS ബന്ധം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് മുഖ്യമന്ത്രി ഒരു പ്രതികരണം ഏതായാലും വലിയ വിമർശനങ്ങൾ PV അൻവർ ഉന്നയിച്ചതിന് പിന്നാലെ രണ്ടാമത്തെ നടപടിയാണ് വരുന്നത്.